ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 2023 എന്നുള്ള മനോഹരമായ വർഷത്തിൻ്റെ ഏറ്റവും അവസാനം വന്ന് നിൽക്കുകയാണ്. ഈ വർഷത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പലർക്കും പല അനുഭവങ്ങളായിരിക്കും. നല്ല അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ടാകും, ദുഃഖം ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ടാകാം, വളരെ വിഷമത്തിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ടാകാം. ഏറ്റവും നല്ല വർഷമായിട്ട് കരുതുന്ന ഒരുപാട് പേരുണ്ടാകാം, നല്ല നല്ല അനുഭവങ്ങളുള്ളവർ. പക്ഷേ എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്, വളരെ കഷ്ടതകൾ അനുഭവിച്ചൊരു വർഷമായി മാറിയ ആൾക്കാരോട് പറയാനുള്ളത്, ഈ 2023 എന്നുള്ള വർഷത്തിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈ വർഷവും കടന്നു പോയല്ലോ. ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയാകാം, നല്ല നല്ല അനുഭവങ്ങളുണ്ടാകട്ടെ. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ആലോചിക്കുക. ഉണ്ടായ വിഷമങ്ങളല്ല എന്ന് പറയണില്ല, അത് പല രീതിയിലുള്ള വിഷമങ്ങളാവാം. അതിനെ നമ്മൾ ഓർമ്മിക്കുക. കുറച്ച് ദിവസമൊക്കെ നമുക്ക് അതിൻ്റെ ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ആ വേദനകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതേസമയം കാലം മായ്ക്കാത്ത മുറിവുകളില്ല, അങ്ങനെയാണത്. അത് വർഷങ്ങളെടുത്തിട്ടാണെങ്കിലും മാസങ്ങളെടുത്തിട്ടാണെങ്കിലും ദിവസങ്ങളെടുത്തിട്ടാണെങ്കിലും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. നഷ്ടങ്ങൾ തന്നെയാണ്, വിഷമങ്ങളും തന്നെയാണ്. പക്ഷേ എങ്കിലും അത് ഞാൻ പറഞ്ഞില്ലേ, കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞ പോലെ കാലം നമുക്ക് ആ ഒരു ക്ഷമയും ആ ഒരു ധൈര്യവും ഒക്കെ തരും. അപ്പോൾ ഇനി നല്ല അനുഭവങ്ങൾ വരും എന്ന് പോസിറ്റീവായിട്ട് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വിചാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളുടെ ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. എന്തൊക്കെ കഷ്ടപ്പാടുകളിലൂടെ ആണെങ്കിലും അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. പിന്നെ നല്ല അനുഭവങ്ങളും സന്തോഷങ്ങളും മാത്രം കിട്ടിയവർക്കാണെങ്കിലും നമ്മൾ അധികമായിട്ട് മതിമറക്കാതെയും എപ്പോഴും നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. നിലത്ത് നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കണം. നമ്മൾ ഒരുപാട് അങ്ങോട്ട് പൊങ്ങിപ്പോയി അങ്ങനെ നമ്മൾ ഒരുപാടങ്ങ് മതിമറന്ന് മറ്റുള്ളവരെയൊക്കെ കാണാതെ, ചുറ്റും നടക്കുന്ന കാഴ്ചകൾ കാണാതെ ഭയങ്കരമായിട്ട് സെൽഫിഷായിട്ട് സ്വാർത്ഥരായിട്ട് ജീവിക്കാൻ ശ്രമിക്കാതെ നമ്മുടെ സന്തോഷങ്ങളും നമുക്ക് കിട്ടിയ ഭാഗ്യമൊക്കെ പറ്റുന്ന പോലെയൊക്കെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാനും കൊടുക്കാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും ഒക്കെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ അതെല്ലാം ഒരു ഈവനായിട്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ട് പോവുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ജനറലായിട്ട് ഈ വർഷത്തിന് എൻഡിൽ പറയാനുള്ള കാര്യം. അപ്പോൾ പുതുവർഷത്തിനെ വരവേൽക്കുമ്പോൾ കുറേ ദൃഢപ്രതിജ്ഞകൾ എല്ലാവരും എടുക്കും അല്ലേ. ഒരുപാട് 1-ാം തീയതി ആകുമ്പോൾ നമ്മൾ കുറേ പ്രോമിസസ് എടുക്കും. നമ്മൾ എന്താ ചെയ്യാൻ പോകണം, ഈ വർഷത്തെ എന്താണ് നമ്മുടെ അജണ്ട, എന്താണ് നമ്മുടെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ളൊരു ആർജവവും കൂടി കാണിക്കണം. കുറേ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ തടി കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും മോട്ടിവേഷണലായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുക, ഈ വർഷം നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതൊരു പറച്ചിലിന് മാത്രമായിട്ട് ഒതുങ്ങാതെ നമ്മൾ എന്താണോ തീരുമാനം എടുക്കുന്നത് അത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വിൽ പവറും കൂടി ഉണ്ടാവണം. അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതെപ്പോഴും ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റിൽ എടുക്കുക. ചുറ്റുമുള്ള സഹജീവികളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുക. പറ്റുമെങ്കിൽ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരുപാട് സ്വാർത്ഥരാകാതിരിക്കുക. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ചുറ്റുമുള്ള കാര്യങ്ങളും കൂടി ഓർമ്മിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ പോവുക, ഒരുപാട് ഓവറാക്കാണ്ട് മിതത്വത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക. എല്ലാവർക്കും നന്മ വരട്ടെ. അപ്പോൾ പുതുവർഷം നല്ല സന്തോഷത്തോടു കൂടി വരവേൽക്കുക. ഒരു വലിയൊരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നു. ഇനിയുള്ള ദിവസങ്ങൾ, ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, കുറച്ച് മണിക്കൂറുകളല്ലേ ഉള്ളൂ പുതുവർഷത്തെ വരവേൽക്കാൻ. സത്യം പറഞ്ഞാൽ ഓരോ വർഷം വരുമ്പോഴും ന്യൂ ഇയർ സെലിബ്രേഷൻ കാണുമ്പോൾ നമ്മൾ ഇതെന്താ ആദ്യമായിട്ടാണോ ഒരു ന്യൂ ഇയർ വരുന്നത്? അല്ലല്ലോ, എല്ലാ വർഷവും ന്യൂ ഇയർ വരികയാണ്, വന്നു പോകുന്നു. നമ്മൾ ഇത്രയ്ക്ക് അമിതമായി ആഹ്ലാദിക്കാൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ അതെല്ലാവരുടെയും ഒരു ശുഭ പ്രതീക്ഷയാണ്. പുതിയ വർഷം വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു ന്യൂ ഇയറിനെ നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. അതായിരിക്കാം. ലോകമെമ്പാടും ഇങ്ങനെ ഭയങ്കര സെലിബ്രേഷനാണല്ലോ. അപ്പോൾ പ്രതിജ്ഞകൾ എടുക്കുമ്പോൾ ഓർമ്മിച്ചെടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിജ്ഞകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ 2023 ഒരു മധുരത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ എലൻ വ്ളോഗ്സിലെ കുക്കിംഗ് വ്ളോഗ്സിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് 2023 തുടങ്ങിയാലോ. ഇതൊരു പുഡിങ്ങാണ്, ഒരു ചോക്ലേറ്റ് പുഡിങ്ങാണ്. ഇത് സാധാരണ ഒരു ചോക്ലേറ്റ് പുഡിംഗ് അല്ല, ബ്രെഡ് ചോക്ലേറ്റ് പുഡിംഗ്. ഓക്കെ, ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ് എന്ന് പറയാം. ഇത് മുട്ട ചേർത്ത് ഉണ്ടാക്കണ ഒരു പുഡിങ്ങാണ്. അപ്പോൾ എഗ്ലെസ് ആയിട്ടത് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ മുട്ടയ്ക്ക് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കുറച്ച് കട്ടി തൈരും, ഓക്കെ, അധികം പുളിയില്ലാത്ത തൈരും ഒക്കെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഞാനൊരു 8 ബ്രെഡ് സ്ലൈസസ് പൊടിച്ചെടുത്തു. അപ്പോൾ 4 കപ്പ് പൊടിച്ച റൊട്ടിയാണ്. റൊട്ടി മീൻസ് ബ്രെഡ് പൊടിച്ചത്. ഇത് ഓവനിൽ വെച്ചിട്ട്, ഇലക്ട്രിക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ഒരു ഓപ്ഷൻ. ഓവൻ ഇല്ലാത്തവർക്ക് ബേക്ക് ചെയ്തും എടുക്കാം. കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചരുവത്തിൽ വെച്ചിട്ട്
ഒരു റിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ബേക്ക് ചെയ്യുക. ഉപ്പിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്യുക, ഉപ്പിടാണ്ട് വേണമെങ്കിലും ബേക്ക് ചെയ്യുക, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതായത് ചുട്ടെടുക്കുക എന്നുള്ള ആ ഒരു നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ അടുപ്പിൽ വെച്ച്, അതേപോലെ ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റീം ചെയ്താലും ഭയങ്കര നല്ലതാണ്. ബ്രെഡ് പുഡിംഗ് അല്ലേ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റീം ചെയ്താണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബ്രെഡ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചത്. അതിന് മുമ്പേ ഒരു 4 മുട്ട മഞ്ഞയും വെള്ളയും ഞാൻ വേർതിരിച്ച് വെച്ച് കഴിഞ്ഞു. 2ആയിട്ടാണ് ചേർക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കും. 1/2 ലിറ്റർ പാലും ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ 1/2 ലിറ്റർ പാൽ അതൊരു സോസ് പാനിലേക്ക് മാറ്റുന്നു. അതായത് 2 കപ്പ് പാൽ. 500 ml എന്ന് പറഞ്ഞാൽ 250 ml 2 കപ്പ്, അല്ലെങ്കിൽ ഞാൻ സാധാരണ എടുക്കുന്ന 240 ml ആണ്. അതാണെങ്കിലും കുഴപ്പമില്ല, 2 കപ്പ് എടുക്കുക അതിന്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കണു. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതൊരു ചോക്ലേറ്റ് പുഡിംഗ് ആണല്ലോ, ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ്. 1.5 ടേബിൾ സ്പൂൺ നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ്, അത് തന്നെ ആയിരിക്കും നല്ലത്. ഇനി ഒരു 50 ഗ്രാം ബട്ടർ, ഉപ്പില്ലാത്ത വെണ്ണ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതെല്ലാം അലിഞ്ഞ് ഒന്നിച്ചായിക്കോളും, കട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാം കൊക്കോ പൗഡറും ഒക്കെ ഇതിൻ്റെ കൂടെ ചേർന്നോളും. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മുട്ടയുടെ മഞ്ഞ ഒരു 4 എണ്ണം മാറ്റിയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ട് ഉടച്ച് വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. റൊട്ടിപ്പൊടി ഇവിടെ ഉണ്ട്. എഗ് വൈറ്റ് നമുക്ക് ലാസ്റ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് ഉണ്ടാക്കാൻ പോണ ഡിഷ് ഞാൻ ഇതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നോക്കിയേ, കുറച്ച് ബട്ടർ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇവിടെ ബ്രഷ് കണ്ടു, സാധാരണ രീതിയിൽ ചില സമയത്ത് കാണില്ല, അപ്പം കൈ കൊണ്ട് തന്നെ ഞാൻ സാധാരണ ചെയ്യണം. ഇപ്പോൾ ബ്രെഡ് ഇപ്പോൾ നോക്കുമ്പോൾ ബ്രഷ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ഓക്കെ, വെണ്ണ തടവി. വെണ്ണയ്ക്ക് പോലെ എണ്ണ തടവിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് റെഡി. ഇവിടെ ചൂടാക്കാൻ വെച്ചിരുന്ന കാര്യങ്ങൾ തിളയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് തിളയ്ക്കുകയാണ് വേണ്ടത്. ബോയിലിംഗ് പോയിൻറ്റിലെത്തി കഴിഞ്ഞു. നന്നായിട്ട് ബോയിൽ ചെയ്തു. തീ ഓഫ് ചെയ്യട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞു, ബട്ടറൊക്കെ അതിൻ്റെ കൂടെ ചേർന്നു, എല്ലാം സെറ്റാണ്. കൊക്കോ പൗഡറൊക്കെ ഒരു തരി പോലും ഇല്ലാണ്ട് പാലിൻ്റെ കൂടെ യോജിച്ചു. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. അതെ, ഒരു വലിയ ബൗളിലേക്ക് ഈ 4 കപ്പ് ബ്രെഡ് പൊടിച്ചത്, അതിലേക്കാണ് ഈ ചൂട് കൊക്കോ പാൽ മിശ്രിതം ഒഴിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ട്. ഒരു 5 മിനിറ്റ് എന്നിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. നല്ല ചൂടായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്, അപ്പോൾ നല്ലതായിട്ട് സോക്കായി വരും. 5 മിനിറ്റ് വയ്ക്കാം. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നോക്കിക്കോളൂ, ഇത് കുറച്ചുകൂടി കട്ടിയാകും. കാര്യം ഇതെല്ലാം ബ്രെഡിൻ്റെ പൊടിയല്ലേ, അതിങ്ങനെ നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും ഈർപ്പം. അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ, 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ആ മുട്ടയുടെ മഞ്ഞ, 4 മുട്ട എടുത്തല്ലോ, ആ 4 മുട്ടയുടെ മഞ്ഞ ജസ്റ്റ് ഇതുപോലെ വിസ്ക് വെച്ചടിച്ചാണ്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് എഗ് യോക്ക്, മുട്ടയുടെ മഞ്ഞ മാത്രം. അപ്പോൾ ഈ മുട്ട കഴിക്കാത്ത ആൾക്കാർ ഈ സമയത്ത്, അതായത് നമ്മുടെ അധികം പുളിയില്ലാത്ത തൈര്, നല്ല കട്ടി തൈര് ഒരു 1/2 കപ്പ് വരെ ഉപയോഗിക്കാം. കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 ടിൻ കണ്ടൻസ് മിൽക്കും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തോളൂ, കുഴപ്പമില്ല. ആ രീതിയിൽ പാൽ ചൂടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പാലും കണ്ടൻസ് മിൽക്കും കുറച്ച് പഞ്ചസാരയും. പഞ്ചസാര അത്ര മധുരം വേണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് മാത്രമാണെങ്കിലും ഓക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരല്പം, ഒരു 1/4 കപ്പെങ്കിലും പഞ്ചസാര ചേർക്കണം കേട്ടോ. അതുപോലെ ആക്കിയിട്ട് ബട്ടറും കൂടി ചേർത്ത് ഇതുപോലെ ആക്കി ഇങ്ങനെ ബ്രെഡ് പൊടിയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് കേട്, ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തൈരിങ്ങനെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നോക്കിയേ, മുട്ടയുടെ വെള്ള, 4 മുട്ടയുടെ വെള്ള വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുറേശ്ശെ ഇതിനകത്ത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് പത വരും. ആ വ്യത്യാസം കണ്ടോ? ഞാൻ ആ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ, വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ്, അതായത് നാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ അങ്ങനെ ഒഴിച്ചാൽ, അല്ലെങ്കിൽ ക്രീം ഓഫ് ടാർട്ടർ ചേർത്താലും ഇതുപോലെ നന്നായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ പത വന്നു തുടങ്ങിയല്ലോ. ഇനി കുറച്ച് പഞ്ചസാര,
ഏതാണ്ട് നന്നായിട്ട് പതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നൊരു മെത്തേഡാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു കൊക്കോ മിക്സ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, ഇത് പുഡിംഗ് ഡിഷിലേക്ക് ആദ്യം നിരത്തുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക, ഒരു 160 170 ആ ഒരു ചൂടിൽ. എന്നിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ മുട്ടയുടെ വൈറ്റ് ഒരു മെറാങ് പോലെ ആക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെറുതായിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകുന്ന ഓരോന്ന് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 ലെയറായിട്ടാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ ബേക്ക് ചെയ്ത് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. വൈറ്റ് ഇതിനകത്തേക്ക് ഫോൾഡിങ് ചെയ്യേണ്ട, അതിന് പകരം ഇതിങ്ങനെ തന്നെ ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ എഗ് വൈറ്റിൻ്റെ മെറാങ് വെച്ചിട്ട് ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ഞാൻ ചേർത്ത് കഴിഞ്ഞു, ഗ്രാനുവൽസ്. അതിങ്ങനെ മുകളിലിങ്ങനെ നന്നായിട്ട് വെച്ചിട്ട് ഒന്നുകൂടി ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കി എടുക്കാം. മുകളിലൊരു ഗോൾഡൻ കളറാകുമ്പോൾ 7 മിനിറ്റ്സ് ആയാലും മതി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇതിനകത്തേക്ക് തന്നെ ഫോൾഡിങ് ചെയ്യാൻ പോവാണ്. കുറച്ചെടുക്കാം, എന്നിട്ട് ഇതൊന്ന് ലൈറ്റാക്കി എടുക്കാം, ഒന്ന് ലൂസൻ ചെയ്യാം. പിന്നെ ടെക്സ്ചർ നന്നായിട്ട് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരും. വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ഇങ്ങനെ ഫോൾഡിങ് ചെയ്യാം. ഒരുപാടിട്ട് ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇനി ബാക്കിയിരിക്കുന്നതും കൂടി ചേർക്കാം. കംപ്ലീറ്റ്ലി ടെക്സ്ചർ മാറിക്കോളും, നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട്. നമ്മൾ എഗ്ലെസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ വ്യത്യാസം ടെക്സ്ചറിന് ഉണ്ടാവും. എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിഞ്ഞു. ഒരല്പം വാനില എസൻസ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു എഗ്ഗി സ്മെല്ലൊന്നും അധികം വരില്ല. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകും. ഇനി ഇത് ഞാനിപ്പോൾ എൻ്റെ സ്റ്റീമർ ഇപ്പോൾ ചെറിയ സ്റ്റീമറായിപ്പോയി, വലിയ സ്റ്റീമർ കേടായി. അത് കാരണം ഞാൻ ഈ പാനിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തേക്ക് റിങ് ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് ഡിഷ് എടുത്ത് വെച്ചു. പുഡിങ് അതിൻ്റെ ബാറ്റർ അകത്തേക്ക് ആക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യാം, അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അടയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/2 hour കഴിഞ്ഞു കേട്ടോ. തുറന്ന് നോക്കിയാലോ, ഏകദേശം ആയിട്ടുണ്ടാകണം. നോക്കട്ടെ, നമ്മുടെ സ്റ്റീംഡ് ബ്രെഡ് പുഡിങ് ഇറ്റ്സ് റെഡി. ഓക്കെ, സൈഡ്സ് എന്നൊക്കെ നല്ല പഫപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടോ, സൈഡ്സ് എന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യട്ടെ, അത് കുത്തി കാണിച്ചു തരാം. ക്ലീൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് ഈസ് റെഡി. ചോക്ലേറ്റ് ബ്രെഡ് പുഡിംഗ്, സാധാരണ പുഡിംഗ് അല്ല കേട്ടോ, ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ്ങിൻ്റെ. നോക്കി എന്ത് സോഫ്റ്റാണ്, സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. ഇത് പക്ഷേ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് എനിക്ക് ഡീമോൾഡ് ചെയ്യാനോ അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പോൾ നടക്കില്ല. ഒള്ളി തിങ്സ് നമുക്ക് പുഡിംഗ് അല്ലേ, അപ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം, കട്ട് ചെയ്ത് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. സ്കൂപ്പ് ഈസ് ഓൾസോ ഓക്കെ. നല്ലൊരു ക്രീമി ആയിട്ട് എടുക്കാൻ പറ്റും. ഉള്ളിൽ നല്ല എനിക്ക് സത്യം പറഞ്ഞ് ഇതിങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടണമെന്ന് ആഗ്രഹം. സ്റ്റീമിങ് ഹോട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാണുന്നുണ്ടല്ലോ. ദിസ് ഹൗ ഇറ്റ് ഈസ്. അതെ, തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി സെറ്റാകും, കുറച്ചുകൂടി ഫേം ആകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും. ഇത് കേൾക്കാണ്ട് ആവി പോകണുണ്ടോ, ആവി പറക്കുന്നത്. ആഹാ, എന്താ ടേസ്റ്റ്, രക്ഷയില്ല. ചൂട് യമ്മി,
ഭയങ്കര ടേസ്റ്റ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് എക്സലൻറ്റ്. ഈ രീതിയിൽ ചെയ്ത് നോക്കൂ. ഓവനൊന്നും വേണ്ടല്ലോ, സുഖമായിട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ കാണാം. നോക്കിയേ, ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയേ, അകത്തോട്ട് നോക്കൂ, എന്ത് രസമായിരിക്കണം. കണ്ടില്ലേ, കാണാമല്ലോ അല്ലേ. ഇത് ഉറയ്ക്കും കേട്ടോ, ചൂട് പോയി കഴിയുമ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നെ സെർവ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് കറക്റ്റായിരിക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ കാര്യമായിട്ട് ഹോട്ട് ഇത് ആക്ച്വലി പറഞ്ഞാൽ ഹോട്ട് പുഡിങ്ങാണ്, ഹോട്ടായിട്ട് കഴിക്കേണ്ടതാണ്. അതായത് ഇത്രയും ചൂടിലല്ല എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും ബ്രെഡ് പുഡിങ്സ് തണുപ്പിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഹോട്ടായിട്ട്. അപ്പോൾ ബുഫയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡെസേർട്ട് കൗണ്ടറിൽ ഒരു ട്രേ നിറച്ച് അല്ലെങ്കിൽ ഒരു പുഡിങ് ഡിഷിൽ ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ബ്രെഡ് പുഡിങ് വയ്ക്കുക. ന്യൂ ഇയർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. കഴിച്ചുകൊണ്ടേയിരിക്കും, മതിയാവില്ല. എളുപ്പം ഉണ്ടാക്കാം. മുട്ട കഴിക്കുന്നവർക്ക് ഈസി ഈ ടെക്സ്ചർ തന്നെ കിട്ടും. എഗ്ലെസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതേ ടെക്സ്ചർ ഇത് എക്സാക്ട്ലി ആയിരിക്കില്ല, എന്നാലും നല്ലതായിരിക്കും. ഇത്രയും ഫ്ലഫി ആവണമെന്നില്ല, ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഉണ്ടാക്കി നോക്കുക. ഇതായിക്കോട്ടെ നമ്മളുടെ ഈ വർഷത്തെ അവസാനത്തെ സ്വീറ്റ് ഡിഷ്. അങ്ങനെ 2023 നമ്മൾ വിട പറയുന്നു. എലൻ വ്ളോഗ്സ് ആൻഡ് 2024 വീണ്ടും കാണാം ശുഭപ്രതീക്ഷകളുമായി. 2024 ജനുവരി 1 തൊട്ട് ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് റെസൊല്യൂഷൻസ് എടുത്താലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം, മനുഷ്യരായി ജീവിക്കുക, ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ് ജീവിക്കുക, ചുറ്റുമുള്ള നമ്മുടെ സഹജീവികളോട് കരുണയുണ്ടാവുക, മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും. കാര്യം അത്രയ്ക്ക് മോശപ്പെട്ട ഇവൻറ്റ്സ് നമ്മൾ ഈ വർഷങ്ങളിൽ കണ്ടു. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഓരോരുത്തരും സ്വയം പ്രതിജ്ഞ എടുത്തുകൊണ്ട് ജീവിക്കുക. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. നമുക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നമ്മളുടെ കാരണം കൊണ്ട് നമ്മളാൽ മറ്റൊരാൾ വേദനിക്കാൻ ഇടവരാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല ഹാപ്പി ആയിട്ട് ഒരുപാട് പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് എല്ലാം നല്ലത് തന്നെ സംഭവിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുമായി ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് നമ്മുടെ എലൻ വ്ളോഗ്സ് ഫാമിലി, യൂട്യൂബ് ഫാമിലിയുടെ എല്ലാ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ബിഗ് ഫാമിലിയാണ്. ഈ ബിഗ് ഫാമിലിയിലെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ലവ് യു ഓൾ.